ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചായക്കൊരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു ഗ്ലാസ് റവ, 2 നേന്ത്രപ്പഴം നുറുക്കിയത്, പിന്നെ കുറച്ച് തേങ്ങ, കുറച്ച് മുന്തിരിങ്ങ, കുറച്ച് കൽക്കണ്ടം. ആദ്യം ചട്ടി അടുപ്പുമ്മ വെച്ചിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പഴം അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇടാം. ചെറുതാക്കി അരിഞ്ഞേക്കണതാണ് കേട്ടോ പഴം. അത് എന്നിട്ട് നന്നായി ഒന്ന് ചുമക്കണ വരെ ഒന്ന് ഇളക്കി കൊണ്ട് നിൽക്കുക. ചുമന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് റവ ഇടാം കേട്ടോ. വറുത്ത റവയാണ് കേട്ടോ അത്. അതിട്ട് നന്നായി ഇളക്കുക. അത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് ലഡുവിൻ്റെ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു 1/4 ഗ്ലാസ്, ചെറിയ ഗ്ലാസ് കൊണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കുക. ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കതിലേക്ക് തേങ്ങ ചിരകിയതും, ഉണക്കമുന്തിരിങ്ങ, പിന്നെ കൽക്കണ്ടം ഇട്ട് കൊടുക്കാം. ഏലക്കായ 3-4 പൊടിച്ചിട്ടാൽ സ്വാദുണ്ടാവും കേട്ടോ. അവിടെ ഇല്ലാത്ത കാരണം ഇട്ടില്ല. പിന്നെ നന്നായി അത് ഇളക്കി ചേർത്തിട്ട് അടി പിടിക്കാണ്ട് ഇളക്കി കൊണ്ട് നിൽക്കുക കുറച്ച് നേരം. അത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ മധുരം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ടിട്ട് പിന്നെ വാങ്ങി വെക്കണം കേട്ടോ വേഗം. പിന്നെ ഇട്ട് ഇളക്കണ്ടോ, പഞ്ചസാര ഉരുകും. പിന്നെ ഇളം ചൂടോട് കൂടി തന്നെ ഇത് നമുക്ക് ലഡു ഉരുട്ടണ പോലെ ഉരുട്ടി വയ്ക്കുക. അപ്പോൾ ഈ റവ നേന്ത്രപ്പഴം ഇതുകൊണ്ട് ഉണ്ടാക്കിയ ലഡു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം.